അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 20,000 രൂപക്കുള്ളിൽ വില വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുന്നേ ആയിട്ട് ആ വീഡിയോ ഒന്ന് നോക്കുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30,000 രൂപയ്ക്കുള്ളിൽ വരുന്ന കുറച്ച് നല്ല മൊബൈൽ ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇതെല്ലാം സ്പെസിഫിക്കേഷൻ്റെയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വാങ്ങിയതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഇത് ഒറ്റയടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാർട്ടായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. പിന്നെ ഗൂഗിളിനകത്ത് ഗൂഗിൾ സെർച്ചിനകത്ത് നിങ്ങൾ വിമൽ ഡീൽസ് .online അടിക്കുക. വിമൽ ഡീൽസ് .online അതിൽ ഇതിന് ഫസ്റ്റത്തെ പേജിൽ ഈ ഓറഞ്ച് ഇതിൽ കാണുന്ന ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ലേറ്റസ്റ്റ് ഓഫേഴ്സ് കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൈസേൻ്റെ ഫോണാണോ വേണ്ടത് അത് ഈ സെർച്ച് ഐക്കണിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ 30,000 ആണെങ്കിൽ 30,000, ജസ്റ്റ് 30,000 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ബെസ്റ്റ് മൊബൈൽ അണ്ടർ 30,000 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഒരു 20,000 30,000 ഈ റേഞ്ചിനുള്ളിൽ വരുന്ന ഒരു 1.5K അമോലോഡ് സ്ക്രീനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ്. നോർമൽ ഫോണുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു 20,000 30,000 ഇടയിൽ വരുന്ന നല്ല ഫോണുകളാണ്. ആദ്യം തന്നെ വരുന്നത് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്നൊരു ഫോണാണ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഏകദേശം 24,000 രൂപേൻ്റെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡയമൻസിറ്റി 7200 പ്രോ ആണ് പ്രൊസസ്സർ വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്ന ഫ്ലെക്സിബിൾ അമോലെഡ് ഡിസ്പ്ലേ ആണ്. 50 MB ആണ് മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ വരുന്നത് പോക്കോ F6 5G പറഞ്ഞ മോഡലാണ്. ഇതിന് ഏകദേശം 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 പ്രൊസസ്സറാണ്. ഡിസ്പ്ലേ 1.5Kൻ്റെ അമോലെഡാണ്. 120 ഹെർട്സിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ 90 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 5000 mAhൻ്റെ ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് വിവോൻ്റെ T3 Pro 5G പറഞ്ഞ മോഡലാണ്. 25,000 രൂപേൻ്റെ അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. ഈ പോർട്രേറ്റ് ഫോട്ടോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഫോണാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 പ്രൊസസ്സറാണ്. 3D കർവ്ഡായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് ആണ് ഡിസ്പ്ലേൻ്റെ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കൂടിയാണ്. 5 MBൻ്റെ സോണീൻ്റെ ക്യാമറയാണ് മെയിൻ ക്യാമറയായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് OnePlusൻ്റെ Nord CE 4 ആണ്. ഏകദേശം 25,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 5500 mAh ബാറ്ററിയുടെ കൂടെ 100 വാൾട്ടിൻ്റെ സൂപ്പർ ചാർജർ വരുന്നുണ്ട്. അതായത് 1 മുതൽ 80 വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 17 മിനിറ്റ് മതി. അതിനുള്ളിൽ നിങ്ങൾക്ക് 1 മുതൽ 80% വരെ ചാർജ് ആകും. 6.7 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് അമോലെഡ് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെന്താ, മറ്റു ഫോണുകളിൽ നിന്ന് ഇതിനൊരു വ്യത്യാസം കൂടി ഉണ്ട്. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി അപാരമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പറയുന്നത് 4 ഫോണുകളാണ്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത് OnePlusൻ്റെ Nord CE 4 ആണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് 100 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. പ്രൈസ് വരുന്നത് 24,999 ആണ്. പിന്നെ വരുന്നത് വിവോ T3 Pro, പോക്കോ F6 5G, പിന്നെ നത്തിങ് ഫോൺ 2A. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേ ആയിട്ട് 10,000 രൂപയുടെ ഫോൺ, 20,000 രൂപയുടെ അങ്ങനെ കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് നോക്കുക.